ഓവത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്പേമിൻ്റെ പിക്ചറാണ്. സോ ഓവം സറൗണ്ടഡ് ബൈ ഫ്യൂ സ്പേംസും എങ്ങനെയാണ് സ്പേം ഈ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യണേ, ഏത് ലെയറാണ്, അതൊക്കെയാണ് ജസ്റ്റ് കാണിച്ചേക്കണേ. സോ നമ്മളിവിടെ മുമ്പ് പറഞ്ഞ സ്ട്രക്ചറുകളുണ്ട്. സോ ഉള്ളിൽ സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഓവമാണിത്. പിന്നെ അതിൻ്റെ ആദ്യം കാണുന്നത് തന്നെ പ്ലാസ്മ മെമ്പറൈൻ, പിന്നെ അതിൻ്റെ വൈറ്റ് ലൈൻ മെമ്പറൈൻ. അപ്പോൾ അവിടെ പ്രീ വിറ്റലൈൻ സ്പേസ് കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത ലെയറായ സോണ പെല്യൂസിഡ നമ്മൾ പറഞ്ഞു തിക്കാണ് കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതാണ് സോണ പെല്യൂസിഡ ലെയർ. സോ ഈ സോണ പെല്യൂസിഡ അപ്പോൾ ഒരുപാട് സ്പേമുകൾ ഇങ്ങനെ വന്ന് കോണ്ടാക്ട് ചെയ്യണു. ബട്ട് വൺസ് ഒരു സ്പേം മാത്രം സോണ പെല്യൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ വൺസ് ഒരു സ്പേമിന് സോണ പെല്യൂസിഡ ലെയറിനെ പെനിട്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ഉള്ളിലേക്ക് കയറാം. പക്ഷേ അതിനുശേഷം എന്താ ബാക്കിയുള്ള സ്പേമുകൾക്കൊന്നും. സോ ഈ മെമ്പറൈനിൽ ഒരുപാട് ചേഞ്ചസ് വരും. വൺസ് ഒരു സ്പേം ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മെമ്പറൈനിൽ ചേഞ്ചസ് വന്ന് അഡീഷണൽ സ്പേമുകൾക്കൊന്നും ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. സോ മറ്റ് സ്പേമുകളെ ബ്ലോക്ക് ചെയ്യുന്നു വൺസ് ഒരു സ്പേം ഓവത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. സോ എൻഷുർ ചെയ്യാണ് ഓൺലി വൺ സ്പേം ഫെർട്ടിലൈസസ് ദ ഓവം, എൻ ഓവം. സോ സോണ പെല്യൂസിഡ ലെയർ ഒരു സ്പേം സോണ പെല്യൂസിഡ ലെയറിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ബാക്കിയൊക്കെ അവിടെ പുറത്താണ്. സോ നമ്മൾക്കിവിടെ സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ് നമ്മൾ പറഞ്ഞു. അതിന് ചുറ്റും സോണ പെല്യൂസിഡ ലെയർ കാണുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞിട്ട് സെൽസുകളുടെ റേഡിയലി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതും നമുക്ക് കാണാൻ പറ്റും. സോ ഇത് ഇങ്ങനെയാണ് സ്പേമിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഇടയിലെ പ്രീ വൈറ്റ് ലൈൻ സ്പേസുകൾ കാണാം. അതാണ് വൈറ്റ് ലൈൻ മെമ്പറൈൻ എന്ന് പറയുന്നത്. പ്ലാസ്മ മെമ്പറൈൻ കഴിഞ്ഞിട്ടുള്ള സ്പേസും കാണാൻ പറ്റും. വൺസ് ഇത് സ്പേം ഇതിൻ്റെ ഉള്ളിൽ സോണ പെല്യൂസിഡ ലെയർ കയറി ഉള്ളിൽ പെനിട്രേറ്റ് ചെയ്ത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓവത്തിൽ നമ്മളുള്ള സെക്കൻഡറി ഓസൈറ്റിൽ എന്ത് സംഭവിക്കുന്നു, മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഹാപ്ലോയിഡായിട്ടുള്ള ഓവം അഥവാ ഓട്ടിഡ് ഉണ്ടാവുന്നു. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഓഫ് സ്പേമും അതുപോലെ തന്നെ ഓവത്തിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറുന്നു. ഇത് ജസ്റ്റ് കുറച്ച് സ്പേമുകൾ ഓവത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള പിക്ചറും അതെങ്ങനെയാണ് പെനിട്രേറ്റ് ചെയ്യുന്ന സ്ട്രക്ചറും ഒന്ന് കാണിച്ചിട്ടുള്ളൂ.